അസാധാരണമായിട്ടുള്ള കായിക ബലവും ബുദ്ധിശക്തിയുമായിരുന്നു വാസുദേവന്. അതുപോലെ തന്നെ പഠനത്തില് വളരെയധികം സമർത്ഥനായിരുന്നു. പക്ഷെ ഇടയ്ക്ക് വെച്ചിട്ട് പഠിത്തം നല്ലവണ്ണം ഉഴപ്പി. അദ്ദേഹം ഗുരു നല്ലവണ്ണം ശാസിച്ചു. അതിനുശേഷം വീണ്ടും വസുദേവൻ പഠനത്തിൽ മുന്നോട്ട് വരികയും ഗുരുവിനെ വളരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് പഠന കാര്യങ്ങളിൽ മുന്നേറുകയും ചെയ്തു. അതുപോലെ തന്നെ ഗുരു പറഞ്ഞു കൊടുക്കാത്ത കാര്യങ്ങളിൽ പോലും പ്രാഗൽഭ്യം നേടിയിരുന്നു. 8-ാമത്തെ വയസ്സില് ഉപനയനം നടത്തി. പിന്നീട് കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ വടിയുമായിട്ട് തൻ്റെ പിതാവിൻ്റെ മുന്നിൽ ചെല്ലുകയും ഞാൻ പഠനം പൂർത്തിയാക്കി, ഇനി എനിക്ക് ഭാരതം ഒട്ടാകെ ഉള്ള മായാവാദത്തെ നിരർത്ഥകമാക്കിക്കൊണ്ട് വൈഷ്ണവ സിദ്ധാന്തങ്ങൾ പ്രചരിപ്പിക്കണം എന്ന് ആവശ്യപ്പെടുകയും അതിനായിട്ട് അനുമതി തരണമെന്ന് അച്ഛനോട് അപേക്ഷിക്കുകയും ചെയ്തു. അപ്പൊ അച്ഛൻ ഒരു തമാശ രൂപേണ പറഞ്ഞു, നിന്നെ പോലെയുള്ള ഒരു സാധാരണ കുട്ടി വിചാരിച്ചാൽ ഭാരതത്തിലെ മായാവാദത്തെ ഇല്ലാതാക്കാൻ സാധിക്കും, വൈഷ്ണവ സിദ്ധാന്തം പ്രചരിപ്പിക്കുകയും ചെയ്യാൻ സാധിച്ചാൽ നിന്റെ കയ്യിലിരിക്കുന്ന ഈ ചെറിയ വടിയുണ്ടല്ലോ, അത് ഒരു വലിയ വൃക്ഷമായിട്ട് വളരും എന്ന് പറഞ്ഞു. തമാശ രൂപേണാണ് പറഞ്ഞതെങ്കിലും വാസുദേവൻ ഉടനെ എന്താ ചെയ്തതെന്ന് വെച്ചാല് ആ വടി അവിടെ തന്നെ നടുകയും അടുത്ത നിമിഷം അത് വളർന്ന വലിയൊരു ആൽവൃക്ഷമായിട്ട് മാറുകയും ചെയ്തു. ഇന്ന് നമുക്ക് ഉടുപ്പിയിൽ ചെന്നാൽ ആ മരം വലിയ ആൽമരം നമുക്ക് കാണാൻ സാധിക്കും. പിന്നീട് അച്ഛനമ്മമാരെ ഗൃഹസ്ഥ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള പരിശ്രമമായി. അപ്പൊ ഇത് മനസ്സിലാക്കിക്കൊണ്ട് വാസുദേവൻ വീട്ടിൽ നിന്നും ഒളിച്ചോടുകയാണ് ചെയ്തത്. എന്നിട്ട് സന്യാസം സ്വീകരിച്ചു. അദ്ദേഹത്തിന്റെ സന്യാസ ദീക്ഷ കൊടുത്ത ഗുരു എന്ന് പറയുന്ന അച്യുത പ്രേഷ്ഠ രജത പീഠപുരം എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ്, ഇന്ന് അതിന്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല, രജത പീഠപുരം എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് അദ്ദേഹം സന്യാസ ദീക്ഷ സ്വീകരിച്ചത്. പേര് ആനന്ദ തീർത്ഥ അല്ലെങ്കിൽ തത്പരായ മധ്വ എന്ന പേരിലും അറിയപ്പെട്ടു. അപ്പം മധു എന്ന് പറഞ്ഞാൽ ആനന്ദം, തേൻ, ആനന്ദം എന്നാണ് അർത്ഥം. വാ എന്ന് പറഞ്ഞാല് ജ്ഞാനം. അപ്പം ബ്ലിസ്ഫുൾ നോളജ്, അതായത് അതീന്ദ്രിയ ജ്ഞാനം, ദിവ്യജ്ഞാനം എന്നുള്ള അർത്ഥമാണ് മധ്വ എന്ന് പറഞ്ഞാല്. അങ്ങനെ അദ്ദേഹം പിന്നീട് മധ്വ എന്ന പേരില് അറിയപ്പെട്ടു. അദ്ദേഹം സന്യാസ ദീക്ഷ സ്വീകരിച്ചതിന് ശേഷം ആചാര്യർ ആയി മാറുകയും ശാസ്ത്രങ്ങൾ പഠിപ്പിക്കാനായിട്ട് തുടങ്ങുകയും ചെയ്തു. അതിൻ്റെ ഇടയിൽ രാമേശ്വരത്തെ അനന്ത ശയന ക്ഷേത്രം സന്ദർശിക്കുകയും അവിടെ ശങ്കരാചാര്യരുടെ മായാവാദ സിദ്ധാന്തത്തെ, അവിടെയുള്ള പണ്ഡിതരുമായിട്ട് ചേർന്ന മായാവാദ സിദ്ധാന്തത്തെ പരാജയപ്പെടുത്തുകയും ചെയ്തു. അപ്പോൾ ശങ്കരാചാര്യർ ആ സമയത്ത് ഇവിടെ ഭൗതിക ലോകം ഉപേക്ഷിച്ച് പോയിരുന്നു. പക്ഷെ ആ പോയ ശങ്കരാചാര്യര് പിന്നീട് ഈ ഭൗതിക ലോകത്തിൽ പ്രകടമാകുകയും ഈ മധ്വാചാര്യരുമായിട്ട് വാദപ്രതിവാദത്തിൽ ഏർപ്പെടുകയും ചെയ്തു. പക്ഷെ മധ്വാചാര്യര് ശങ്കരാചാര്യരെ പരാജയപ്പെടുത്തുകയാണ് ചെയ്തത്. അങ്ങനെ മധ്വാചാര്യര് തൻ്റെ ദ്വൈത സിദ്ധാന്തം, ശങ്കരാചാര്യർ അദ്വൈതവാദിയാണ് ഇല്ലേ, അതായത് നമ്മളും ഈശ്വരനും ഒന്നാണ് എന്നാണ് ശങ്കരാചാര്യർ വാദിച്ചിരുന്നത്. പക്ഷേ ഒരിക്കലും ജീവാത്മാവും ഭഗവാനും ഒന്നല്ല, രണ്ടാണ് എന്ന് മധ്വാചാര്യരെ ശക്തമായിട്ട് പറഞ്ഞ് തെളിയിക്കാന് സാധിച്ചു. ശാസ്ത്രങ്ങളിൽ നിന്നൊക്കെ ഓരോന്ന് കോട്ട് ചെയ്ത് പറഞ്ഞ് മധ്വാചാര്യർ ശങ്കരാചാര്യരെ പോലും പരാജയപ്പെടുത്തി. അങ്ങനെ ജീവാത്മാക്കൾ ഭഗവാൻ ഒരിക്കലും ഒന്നാവില്ല, രണ്ടാണ് എന്ന് തെളിയിച്ചു. അതിനുശേഷം അദ്ദേഹം ആചാര്യരായിട്ട് മാറുകയും തൻ്റെ ഈ ദ്വൈത സിദ്ധാന്തം ഭാരതത്തിലുടനീളം പ്രചരിപ്പിക്കുന്നതിനായിട്ട് അദ്ദേഹം സഞ്ചരിക്കുകയും ചെയ്തു. അതിനുശേഷം അതിൻ്റെ ഇടയിൽ ശ്രീരംഗം, പ്രയാഗ് മുതലായിട്ടുള്ള പുണ്യസ്ഥലങ്ങളെല്ലാം സന്ദർശിച്ചു. പിന്നീട് അദ്ദേഹം ബദരികാശ്രമത്തിലേക്ക് പോയി. ഇപ്പൊ വ്യാസദേവൻ ഉണ്ട്. ആ സമയത്ത് വ്യാസദേവൻ അടുക്കൽ ചെല്ലുകയും വ്യാസദേവനിൽ നിന്ന് അനുഗ്രഹങ്ങൾ വാങ്ങുകയും അതുപോലെ തന്നെ ഇപ്പൊ വ്യാസദേവൻ വേദങ്ങള്, വേദാന്ത സൂത്രം, ഇതെല്ലാം ഭാഗവതം, മഹാഭാരതം ഇതെല്ലാം പഠിപ്പിച്ചു കൊടുത്തു. അത് തന്നെയുമല്ല മധ്വാചാര്യരെ ഭഗവത്ഗീതയ്ക്ക് കമന്ററി, വ്യാഖ്യാനം എഴുതിയിരുന്നു. അതും വ്യാസദേവനെ കാണിച്ചിട്ട് വ്യാസദേവനിൽ നിന്നത് അനുഗ്രഹം വാങ്ങുകയും ചെയ്തു. എന്നിട്ട് അവിടെ വെച്ചിട്ട് നാരായണ ഋഷിയുടെ ദർശനം കിട്ടി. അങ്ങനെ ഇവരുടെയൊക്കെ അനുഗ്രഹത്തോടെ തിരിച്ച് തൻ്റെ ശിഷ്യരുടെ അടുത്തേക്ക് മടങ്ങി വന്നു. അപ്പം
തന്റെ ശിഷ്യരുടെ അടുത്തേക്ക് മടങ്ങി വരുന്ന വഴിക്ക് ഗോദാവരി നദിയുടെ തീരത്ത് രണ്ടു പണ്ഡിതര് ഇദ്ദേഹത്തെ മാധവാചാര്യരെ സമീപിക്കുകയും മാധവാചാര്യരുടെ ശിഷ്യത്വം സ്വീകരിക്കുകയും ചെയ്തു. അവരാരാന്ന് വെച്ചാൽ നമ്മുടെ പരമ്പരയിൽ വരുന്ന പത്മനാഭ തീർത്ഥർ, നരഹരി തീർത്ഥർ എന്ന് പറയുന്ന 2 പേര് നമുക്ക് പരമ്പരയുടെ ലിസ്റ്റ് നോക്കിയാൽ അതിൽ കാണാൻ സാധിക്കും. അവര് 2 പേരുമാണ് മധ്വാചാര്യരുടെ ശിഷ്യത്വം സ്വീകരിച്ചത്. ഇദ്ദേഹം അവർക്ക് മന്ത്രദീക്ഷ നൽകി. പിന്നീട് പല തീർത്ഥസ്ഥലങ്ങളും സന്ദർശിച്ച് ഈ ദ്വൈത സിദ്ധാന്തം അദ്ദേഹം പ്രചരിപ്പിച്ചു. ഇദ്ദേഹം ഒരുപാട് അത്ഭുതകരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല. ഒരു 2 ഉദാഹരണം പറയാം. ഒരിക്കല് സമുദ്രത്തിൽ സ്നാനം ചെയ്യാൻ പോകുന്ന വഴിക്ക് കൃഷ്ണനെ സ്തുതിച്ചുകൊണ്ട് 5 അധ്യായങ്ങളിലെ കീർത്തനങ്ങൾ എഴുതി. പിന്നീട് ഒരിക്കലാണെങ്കിൽ അദ്ദേഹം അവിടെയുള്ള സമുദ്രത്തില് ഒരു കപ്പല്, ചരക്കുകളുമായിട്ട് വന്ന കപ്പൽ അവിടുന്ന് ആ ഉടുപ്പി ഭാഗത്ത് വന്നപ്പോൾ ആ കപ്പൽ എന്ത് ചെയ്താൽ മുന്നോട്ട് പോവില്ല. കപ്പലിലുണ്ടായിരുന്നവരെ, ക്യാപ്റ്റൻ ഉൾപ്പെടെയുള്ളവര് പലതരത്തിൽ ശ്രമിച്ചു നോക്കി. ഒരു തരത്തിൽ ആ കപ്പല് മുന്നോട്ട് നീങ്ങുന്നില്ല. അപ്പൊ ആരോ ഇദ്ദേഹത്തിനോട് പറഞ്ഞു ഈ വിവരം. ഇദ്ദേഹം ഉടൻ കൈ കൊണ്ട് എന്തൊക്കെയോ കാണിച്ചപ്പോൾ ആ കപ്പല് മുന്നോട്ട് പോയി. അപ്പോൾ ആ കപ്പിത്താന് ഭയങ്കര സന്തോഷമായിട്ട് ഇദ്ദേഹത്തിനോട് പറഞ്ഞു എന്തെങ്കിലും പ്രതിഫലം സ്വീകരിക്കണം എന്ന്. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു എനിക്കൊന്നും വേണ്ട. അപ്പൊ ആ കപ്പലില് ഗോപീചന്ദനത്തിന്റെ ഒരു വലിയ കട്ടയുണ്ടായിരുന്നു. അപ്പം കപ്പിത്താന് ആ ഗോപീചന്ദനത്തിന്റെ കട്ടയെടുത്ത് ഇദ്ദേഹത്തിന് കൊടുത്തു. അപ്പം മധ്വാചാര്യർ ആ ഗോപീചന്ദനവുമായിട്ട് നടക്കുന്നതിനിടയിൽ, തന്റെ ആശ്രമത്തിലേക്ക് പോകുന്നതിനിടയിൽ ആ ഗോപീചന്ദനത്തിന്റെ കട്ട താഴെ വീണ് ഉടയുകയും അതിൻ്റെ ഉള്ളിൽ നിന്നൊരു ചെറിയ നല്ല ഒരു ബാലകൃഷ്ണന്റെ വിഗ്രഹം അതിൽ നിന്ന് മധ്വാചാര്യർക്ക് ലഭിക്കുകയും ചെയ്തു. ആ വിഗ്രഹം എന്ന് വെച്ചാൽ 30 അരോഗദൃഢഗാത്രരായിട്ടുള്ള ആൾക്കാര് വിചാരിച്ചാൽ അത് എടുക്കാൻ പറ്റില്ല, അത്ര വെയിറ്റ് ഉള്ളതാണ്. പക്ഷെ മധ്വാചാര്യര് അനായാസം ആ വിഗ്രഹം എടുക്കുകയും തന്റെ ആശ്രമത്തിലേക്ക് കൊണ്ടുപോവുകയും അവിടെയുള്ള തടാകത്തിൽ സ്നാനം ചെയ്യിച്ചിട്ട് ആ ആശ്രമത്തിൽ പ്രതിഷ്ഠ നടത്തുകയും തന്റെ ശിഷ്യരായ ചില സന്യാസിമാരെ അതിന്റെ പൂജാതി കാര്യങ്ങൾക്കും സേവനത്തിനുമായിട്ട് ഏർപ്പെടുത്തുകയും ചെയ്തു. ഈ വിഗ്രഹം കൃഷ്ണൻ ദ്വാരകയിൽ സ്ഥാപിച്ചതാണ്, ദ്വാപരയുഗത്തിലേതാണ്. കൃഷ്ണൻ സ്വധാമം പോകിയപ്പോൾ അർജുനൻ ഇത് ഗോപിയത്താൽ, നമുക്കറിയാം ദ്വാരകയിലെ ഗോപിയത്താൽ, ദ്വാരകയിൽ പോയിട്ടുള്ളവര് കണ്ടിട്ടുണ്ടാവും, അവിടെ പോയിട്ടുണ്ടാകും. അവിടെ നിന്നാണ് ഗോപീചന്ദനം നമുക്ക് കിട്ടുന്നത്. ഗോപിയത്താളിലാണ് ഈ വിഗ്രഹം അർജുനൻ പ്രതിഷ്ഠിച്ചത്. അവിടെ നിന്നുമാണ് വിഗ്രഹം ഇവർക്ക് കിട്ടിയത്. ഗോപീചന്ദനം വാങ്ങിച്ചപ്പോൾ അതിൻ്റെ ഉള്ളിൽ പെട്ടുപോയതാണ്, വലിയ കട്ടയായിരുന്നു. അതുകൂടാതെ ബദരികാശ്രമത്തിൽ നിന്നും മധ്വാചാര്യർക്ക് 8 സാളഗ്രാമശില കിട്ടുകയും ചെയ്തിരുന്നു. മധ്വാചാര്യര് 79 വർഷം ഇവിടെ ഉണ്ടായിരുന്നു. 1378 AD-യിലാണ് ഈ ഭൗതിക ലോകം ഉപേക്ഷിച്ച് പോകുന്നത്. ഒരിക്കല് ശ്രീ ചൈതന്യ മഹാപ്രഭു മധ്വാചാര്യർക്ക് സ്വപ്നത്തില് ദർശനം കൊടുത്തിട്ട് പറഞ്ഞു, മധ്വാചാര്യർ നീ എൻ്റെ ശാശ്വതനായിട്ടുള്ള സേവകനാണ്. അത് തന്നെയുമല്ല, നിന്റെ സമ്പ്രദായത്തിൽപ്പെട്ട ഒരാളിൽ നിന്നാണ് ഞാന് ദീക്ഷ സ്വീകരിക്കുന്നത്. ഞാൻ കലിയുഗത്തില്, ഈ ഭൗതിക ലോകത്തില് ഞാൻ ഭാവിയില് ഇവിടെ അവതരിക്കുകയും ചെയ്യുമെന്ന് മഹാപ്രഭു മധ്വാചാര്യരോട് പറഞ്ഞിരുന്നു. മധ്വാചാര്യരുടെ 9 ശിക്ഷണങ്ങള് നമ്മളെ ചൈതന്യ മഹാപ്രഭു നമ്മളുടെ സമ്പ്രദായത്തിലേക്ക് എടുത്തിട്ടുണ്ട്. അതായത് പരമസത്യം ശ്രീകൃഷ്ണ ഭഗവാനാണ്. അതുപോലെ തന്നെ എല്ലാ വേദശാസ്ത്രങ്ങളിലൂടെ ലക്ഷ്യം വെക്കുന്നത് ആരെയാണ്? ഭഗവാനെ തന്നെയാണ്. ഈ ഭൗതിക ലോകം മിഥ്യയല്ല, സത്യമാണ്. പക്ഷെ മായയാണ്, മായയിൽപ്പെട്ടാണ്, ഇല്യൂഷനാണ്. പക്ഷെ ഭഗവാനിൽ നിന്നും ജീവാത്മാക്കള് വ്യത്യസ്തമാണ്. ഒരിക്കലും ഭഗവാനും ജീവാത്മാക്കളും ഒന്നല്ല, രണ്ടാണ്. നമ്മളെല്ലാം ഭഗവാന്റെ നിത്യദാസരാണ്. ജീവാത്മാക്കള് 2 തരത്തിലുണ്ട്. സാക്ഷാത്കാര തലത്തില് സ്ഥിതി ചെയ്യുന്നവരുണ്ട്, ബദ്ധാത്മാക്കളും ഉണ്ട്. അപ്പം ബദ്ധാത്മാക്കൾക്ക് എങ്ങനെ സാക്ഷാത്കാര തലത്തിലേക്ക് എത്താമെന്നും മധ്വാചാര്യര് പറഞ്ഞിട്ടുണ്ട്. ഭഗവാന്റെ തൃപ്പാദങ്ങളെ പരിപൂർണമായിട്ടും ആശ്രയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ബദ്ധാത്മാക്കൾക്ക് ഭഗവത് സാക്ഷാത്കാരം നേടാൻ സാധിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്.
അതുപോലെ തന്നെ വിഷ്ണു അല്ലെങ്കിൽ കൃഷ്ണന്റെ ആരാധന കൊണ്ട് മാത്രമേ നമുക്ക് ഭഗവത് പ്രാപ്തി കൈവരിക്കാൻ സാധിക്കുള്ളൂ. ഇങ്ങനെ കുറെ ശിക്ഷണങ്ങൾ മഹാപ്രഭു മധ്വ സമ്പ്രദായത്തിൽ നിന്നും എടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മളുടേത് ബ്രഹ്മ മധ്വ ഗൗഡീയ സമ്പ്രദായം എന്ന് അറിയപ്പെട്ടു തുടങ്ങിയത്. ഹരേ കൃഷ്ണ. ഇനി നമുക്ക് നമ്മളുടെ ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എവിടം വരെ നിർത്തിയെന്ന് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? അത് നമ്മൾ 3 സംബന്ധ അഭിനയ പ്രയോജന കഴിഞ്ഞിട്ട് ഞാൻ ആ അടുത്ത 2 പാരഗ്രാഫ് പറഞ്ഞു എന്നാണ് എൻ്റെ തോന്നല്. 4 സമ്പ്രദായങ്ങളെ കുറിച്ച് പറഞ്ഞു ഇല്ലേ? ഗൗരകിഷോർദാസ് ബാബാജി ഒരു മാതാജി അത് സംശയം ചോദിക്കുകയും ചെയ്തു എന്നാണ് എൻ്റെ ഓർമ്മ. ഇനി അടുത്ത ശ്ലോകങ്ങളിലേക്കാണ് 20ാമത്തെ ശ്ലോകം. അതാണെന്നാണ് ഞാൻ ഓർമ്മിക്കുന്നത്. ബ്രഹ്മോത്സവത്തിന്റെ ഇടയിൽ പെട്ടുപോയി, അപ്പൊ എനിക്ക് ഓർമ്മ വരുന്നില്ല. ആർക്കെങ്കിലും ഓർമ്മയുണ്ടെങ്കിൽ പറയൂ. അത് തന്നെയല്ല 20ാമത്തെ ശ്ലോകമല്ല ഇനി എടുക്കേണ്ടത്. ഹരേ കൃഷ്ണ. എല്ലാവരും അതിൻ്റെ ഇടയിൽ പെട്ടു ഇല്ലേ? ബ്രഹ്മോത്സവത്തിൽ. പ്രഭു അത് ഷെയർ ചെയ്യാൻ പറ്റുമോ? 20ാമത്തെ ശ്ലോകം മുതല്. ഹരേ കൃഷ്ണ. ഞാന് 20 ഷെയർ ചെയ്തിട്ടിരിക്കുക, സ്ക്രീനിൽ കാണാം മാതാജി. അത് ഇന്ന് ഞാൻ നിങ്ങൾ തന്നെ വേണം ഇന്നത് വായിച്ചിട്ട് പറയാൻ. കാരണം ഇത്രയും ക്ലാസ്സിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ് ഇവിടെ ചുരുക്കി പറഞ്ഞിരിക്കുന്നത്. നിങ്ങളും അതേപോലെ ചുരുക്കി പറഞ്ഞാൽ മതി. ശ്ലോകം വായിച്ച് വേർഡ് ടു വേർഡ് മീനിങ് വിവർത്തനം വായിച്ചിട്ട് നിങ്ങൾ അതിൽ നിന്ന് എന്താ മനസ്സിലാക്കിയതെന്ന് വെച്ചാൽ പറയണം. ഞാൻ 2-3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത കാര്യങ്ങളാണ് ഈ ശ്ലോകങ്ങളിലൊക്കെ. അതുകൊണ്ട് 1 by 1 ആയിട്ട് സമയം കളയാതെ വേഗം വേഗം വായിക്കുക. ഓരോരുത്തരായിട്ട് വായിച്ച് പറയൂ. അത് ശ്ലോകം വായിക്കുമ്പോഴേ പിടികിട്ടും എല്ലാവർക്കും. ഹരേ കൃഷ്ണ. ആരെങ്കിലുമൊക്കെ ആയിട്ട് തുടങ്ങൂ വേഗം. കൃഷ്ണ പുസ്തകമുള്ളവര് ഒന്ന് എടുക്കുക. ഇതില് ക്ലിയർ കുറവാണ് 20ാമത്തെ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ മാതാജി. ഏതാണ് ചാപ്റ്റർ? ഞാന് കുറച്ച് ദിവസമായിട്ടില്ലാത്തതുകൊണ്ട്. ആദിലീല 1ാമത്തെ അധ്യായം 20ാമത്തെ ശ്ലോകം. മാതാജി 20 ഒന്ന് വായിച്ചാട്ടെ. 21 തൊട്ട് ക്ലിയർ ഉണ്ട്, വായിപ്പിക്കാം. മാതാജി വായിച്ചാട്ടെ. ഹരേ കൃഷ്ണ. ഗ്രന്ഥേര ആരംഭേ കരി മംഗളാചരണ ഗുരു വൈഷ്ണവ ഭഗവാൻ തിനേര സ്മരണ. ഗ്രന്ഥേര ഈ ഗ്രന്ഥത്തിന്റെ ആരംഭത്തിൽ കരി ഞാൻ ചെയ്തു, മംഗള ആചരണ ആരംഭത്തിലുള്ള മംഗള പ്രാർത്ഥന, ഗുരു ആധ്യാത്മിക ഗുരു, വൈഷ്ണവർ, ഭഗവാൻ തിനേര ഈ 3 സ്മരണ സ്മരിക്കുക. വിവർത്തനം കൂടി വായിക്കാം. വിവർത്തനം ശ്രീല പ്രഭുപാദരുടേത്. ശ്രീല പ്രഭുപാദ് കി ജയ്. ഈ വർണ്ണനയുടെ ആരംഭത്തിൽ ആധ്യാത്മിക ഗുരുവിനെയും വൈഷ്ണവരെയും ഭഗവാനെയും സ്മരിച്ചുകൊണ്ട് അവരുടെ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി മംഗളാചരണം ചെയ്തു. ഹരേ കൃഷ്ണ. ആരെങ്കിലും പറയൂ, എന്താണ് ഇതിൽ ഉദ്ദേശിച്ചിരിക്കുന്നത്? ഇത് ക്ലിയർ ആണ്, സ്പഷ്ടമാണ്, ഇതിൽ ചിന്തിക്കാനൊന്നുമില്ല. ഹരേ കൃഷ്ണ. വേഗം പറയൂ. ഇത് 2 തവണ റിപ്പീറ്റ് ചെയ്തതാണ്, 2 പ്രാവശ്യം വന്നു കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പൊ ഞാൻ പറയുന്നത്. ഇത് വീണ്ടും ഒന്നും കൂടി വരുന്നുണ്ട്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കൃഷ്ണ മഹോദയം വാസുദേവൻ. ഈ ശ്ലോകത്തിന്റെ ആരംഭത്തിൽ ആധ്യാത്മിക ഗുരുവിനെയും വൈഷ്ണവരെയും ഭഗവാനെയും സ്മരിച്ചുകൊണ്ട്
അവര് മംഗളാചരണം ചെയ്തു തുടങ്ങിയെന്ന് ഹരേ കൃഷ്ണ മാതാജി. മംഗളാചരണം ചെയ്തു. അതിലെ ആ ശ്ലോകം ഓർക്കെങ്കിലും ഓർമ്മയുണ്ടോ? വന്ദേ ഗുരുനീശ ഭക്താൻ ഈശം ഈശാവതാരകാൻ തത്പ്രകാശാംശ്ച തത്ശക്തിം കൃഷ്ണ ചൈതന്യ സംജ്ഞകം. അതായത് ഒന്നാമത്തെ ശ്ലോകത്തില് ഞാൻ പറഞ്ഞു ഗുരു എന്നാണ് പ്ലൂറൽ. എല്ലാ ഗുരുക്കന്മാരെയും കൃഷ്ണദാസ് കവിരാജൻ ഗോസ്വാമിയുടെ ഗുരുവിനെ, ആധ്യാത്മിക ഗുരുവിനെ മാത്രമല്ല ഈ പരമ്പരയിൽപ്പെട്ട എല്ലാവരെയും ഗ്ലോറിഫൈ ചെയ്തു. എന്തിനു വേണ്ടിയിട്ട്? അവരുടെയൊക്കെ അനുഗ്രഹങ്ങൾ ലഭിക്കാൻ വേണ്ടിയിട്ട്. പിന്നീട് ആരെയാണ്? ഭഗവാന്റെ ഭക്തരെ, ഭഗവാന്റെ വിസ്തരണങ്ങളെ ഇല്ല ഓരോന്നും എടുത്തെടുത്തു പറഞ്ഞതാണ്. പിന്നീട് ഭഗവാന്റെ ശക്തി ഇല്ലേ, ഇതെല്ലാം ആരാണ്? മഹാപ്രഭു തന്നെയാണ്. അങ്ങനെയുള്ള മഹാപ്രഭുവിനെ ഞാൻ സ്തുതിക്കുന്നു എന്നാണ്. അതായത് നമ്മുടെ പഞ്ചതത്വ എല്ലാ ആധ്യാത്മിക ഗുരുക്കന്മാരെ, ഭഗവാനെ, ഭഗവാന്റെ ഭക്തര്, ഭഗവാന്റെ വിസ്തരണങ്ങള്, ഭഗവാന്റെ ശക്തികള് എല്ലാവർക്കും, പിന്നീട് ആദിപുരുഷനായ ശ്രീ ചൈതന്യ മഹാപ്രഭുവിനും. അതായത് ശ്രീ ചൈതന്യ മഹാപ്രഭു സ്വയം ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാണ്. അപ്പൊ അങ്ങനെയുള്ള ഭഗവാന്റെ അല്ലെങ്കിൽ മഹാപ്രഭുവിന്റെ വിസ്തരണങ്ങളെ എല്ലാം ഞാന് പ്രണമിക്കുന്നു. ഇതാണ് മംഗളാചരണം. ഇനി അടുത്ത ശ്ലോകം ആരെങ്കിലും വായിക്കൂ. ഹരേ കൃഷ്ണ. അത് ഞാൻ വായിക്കാൻ ശ്രമിക്കാൻ പറഞ്ഞു. ഹരേ കൃഷ്ണ. തെറ്റുകാണെങ്കിൽ പറഞ്ഞു തരണേ, ഇതിനകത്ത് ക്ലിയർ കുറവാണ്. ശ്രമിക്കാം. കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഹരേ കൃഷ്ണ. വായിക്കാൻ പറ്റുമെങ്കിൽ വായിക്കൂ പ്രഭു. ഹരേ കൃഷ്ണ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ശ്ലോകം 21. ദിനേരസ്മരണേ ഹയ വിഘ്ന വിനാശന അനായാസേ ഹയ നിജ വാഞ്ചിത പൂരണ. ദിനേര ഈ മൂന്നിന്റെയും സ്മരണയാൽ ഹയ ഉണ്ട്. വിഘ്നവിനാശന വിഘ്നങ്ങളുടെ വിനാശം. അനായാസേ നിഷ്പ്രയാസം. ഹയ ഉണ്ട്. നിജ സ്വന്തം. വാഞ്ചിത ആഗ്രഹിച്ച വസ്തു. പൂരണ സാഫല്യം. വിവർത്തനം. അത്തരം സ്മരണ സർവ വിഘ്നങ്ങളും നശിപ്പിക്കുകയും അഭീഷ്ടങ്ങൾ നിഷ്പ്രയാസം സഫലമാക്കുകയും ചെയ്യുന്നു. അപ്പൊ 20-ാം ശ്ലോകത്തിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് പറയുകയാണ്. അത്തരം സ്മരണകളെ സർവ്വ വിഘ്നങ്ങളെ നശിപ്പിക്കുകയും അഭീഷ്ടങ്ങൾ നിഷ്പ്രയാസം സഫലമാക്കുകയും ചെയ്യാൻ സഹായിക്കുമെന്നാണ് ഈ 21-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. നമ്മളുടെ ഗുരുപരമ്പരയും ആധ്യാത്മിക ഗുരുക്കന്മാരെയും ഭഗവാനെയും ഭഗവാന്റെ വിസ്തരണങ്ങളെ, ഭഗവാന്റെ ശക്തികളെ ഒക്കെ സ്തുതിക്കുന്നത് കൊണ്ട് എന്താണ് നമുക്ക് പ്രയോജനം എന്നാണ് കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമി ഇവിടെ പറയുന്നത്. ഭക്തിമാർഗത്തിലുള്ള എല്ലാ തടസ്സങ്ങളും നീങ്ങിക്കിട്ടും. അതുപോലെ തന്നെ നമ്മളുടെ ആഗ്രഹങ്ങൾ നമുക്ക് സഫലീകരിക്കാൻ സാധിക്കുകയും ചെയ്യും. ഇനി അടുത്തത് 22. ഹരേ കൃഷ്ണ മാതാജി, ഞാൻ വായിക്കട്ടെ. കൃഷ്ണ വായിക്കട്ടെ മാതാജി. വായിക്കൂ. ഹരേ കൃഷ്ണ. നമോ ഭഗവതി. സേ മംഗളാചരണ ഹയ ത്രിവിധ പ്രകാര വസ്തു നിർദ്ദേശാശീർവാദ നമസ്കാര. സേ അത് മംഗളാചരണ മംഗള പ്രാർത്ഥന ഹയ ആകുന്നു. ത്രിവിധ 3 വിധത്തിലുള്ള പ്രകാര പ്രക്രിയകൾ. വസ്തു നിർദ്ദേശ വസ്തുവിനെ നിരൂപിക്കുക. ആശീർവാദ അനുഗ്രഹങ്ങൾ. നമസ്കാരങ്ങൾ. വിവർത്തനം. മംഗളാചരണത്തിൽ 3 പ്രക്രിയകൾ ഉൾപ്പെടുന്നു. ഉദ്ദേശ നിർവചനം, ആശീർവാദം, നമസ്കാരം. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. എന്താ മനസ്സിലാക്കിയത് പറയൂ. മംഗളാചരണം അതിന് ഇവിടെ പറഞ്ഞല്ലോ ഗുരുക്കന്മാർക്ക് നമസ്കാരം കൊടുക്കണമെന്നുള്ളത്. അപ്പൊ അത് 3 തരത്തിലാണ് പറഞ്ഞേക്കുന്നതെന്നാണ്. നിർവചനം, ആശീർവാദം, നമസ്കാരം. ആ 3 പ്രക്രിയയിൽ കൂടിയാണ് നമ്മൾ ഗുരുക്കന്മാരെയും ഈ പറഞ്ഞിരിക്കുന്ന ഗുരുവിനെയും എല്ലാം അതാണ് എനിക്ക് മനസ്സിലായത് മാതാജി. ഹരേ കൃഷ്ണ. അതായത് മംഗളാചരണം എന്ന് പറഞ്ഞ 3 തരത്തിലാണ്. വസ്തു നിർദ്ദേശം, അതിനാണ് ഇവിടെ ഉദ്ദേശ നിർവചനം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ ഞാൻ ആദ്യമേ പറഞ്ഞത്, നിങ്ങൾ എഴുതി വെക്കുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. വസ്തു നിർദ്ദേശം എന്ന് വെച്ചാല് എന്തിനെ കുറിച്ചാണോ ആരെ കുറിച്ചാണോ ഈ ഗ്രന്ഥത്തില് പ്രതിപാദിക്കുന്നത്, അതാണ് വസ്തു നിർദ്ദേശം. ഈ ഗ്രന്ഥത്തിൽ ആരെ കുറിച്ചിട്ടാണ് പറയുന്നത്?
ആരെ ചൈതന്യ കുറിച്ചാണ് ഈ ഗ്രന്ഥത്തിലെ? ചൈതന്യ മഹാപ്രഭു. ശ്രീ ചൈതന്യ ചൈതന്യ മഹാപ്രഭു. അപ്പം വസ്തു നിർദ്ദേശം എന്ന് പറയുന്നത് ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ ആ ലീലകളും ഇല്ലേ. അപ്പം പിന്നെ ആശീർവാദം എന്ന് വെച്ചാല് ആരൊക്കെയാണോ ഈ ഗ്രന്ഥങ്ങൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നത് അവർക്കൊക്കെ മഹാപ്രഭുവിന്റെയും ശ്രീകൃഷ്ണ ഭഗവാന്റെ വിവിധ അവതാരങ്ങള്, വിസ്തരണങ്ങള്, പിന്നെ ആധ്യാത്മിക ഗുരുക്കന്മാര് ഇവരുടെയൊക്കെ അനുഗ്രഹങ്ങള് കിട്ടും. പിന്നെ നമസ്കാരം. അതുകൊണ്ട് കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമി ഇവരെയെല്ലാം നമസ്കരിക്കുകയും അതുപോലെ തന്നെ ഇത് ആരൊക്കെ വായിക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നു അവർക്കൊക്കെ പ്രണാമം അർപ്പിക്കുകയാണ് കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമി ചെയ്യുന്നത്. ഹരേ കൃഷ്ണ. ഇനി അടുത്ത ശ്ലോകം 23. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നമോ ഭഗവതേ വാസുദേവായ. പ്രഥമാതു ഈ ശ്ലോകേ ഇഷ്ടദേവ നമസ്കാര സാമാന്യ വിശേഷ രൂപേ ദുയിത പ്രകാര. വിവർത്തനം. ആദ്യത്തെ 2 ശ്ലോകങ്ങൾ ആരാധ്യവസ്തുവായ ഭഗവാന് പൊതുവായും വിശേഷിച്ചും സാദര പ്രണാമങ്ങൾ അർപ്പിക്കുന്നതാണ്. പറയൂ. ആദ്യത്തെ ശ്ലോകങ്ങള് ഭഗവാനുള്ള പ്രണാമങ്ങൾ അർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. അതെ, അതായത് ഒന്ന് വന്ദേ ഗുരു നീശ ഭക്താൻ അല്ലേ, അത് ശ്രീകൃഷ്ണ ചൈതന്യ മഹാപ്രഭു. പിന്നെ രണ്ടാമത്തേത് വന്ദേ ശ്രീകൃഷ്ണ ചൈതന്യ നിത്യാനന്ദോ സഹോദിതോ ഗൗഡോദയ പുഷ്പവന്തോ ചിത്രൗശന്തോ തമോനുദോ. അതായത് നിത്യാനന്ദ പ്രഭുവും ശ്രീ ചൈതന്യ മഹാപ്രഭുവും ബംഗാളിലെ ഒരേ സമയം, അതായത് സൂര്യനും ചന്ദ്രനും ഒരേ സമയം ഉദിച്ചുയരില്ല ഇല്ലേ. പക്ഷെ ഗൗഡദേശത്തിലെ ബംഗാളിലെ ചക്രവാളത്തിലെ സൂര്യചന്ദ്രന്മാര് ഒരേ സമയം ഉദിച്ചുയർന്നു. അതായത് ശ്രീ ചൈതന്യ മഹാപ്രഭു ആകുന്ന സൂര്യനും നിത്യാനന്ദ പ്രഭു ആകുന്ന ചന്ദ്രനും ഒരേ സമയം ഉദിച്ച് ഉയർന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ഭാരതത്തിലെ ജനങ്ങളുടെ അജ്ഞതയെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്. അജ്ഞതയാകുന്ന ഇരുട്ടിനെ ഇല്ലാതാക്കി ജ്ഞാനമാകുന്ന ദീപം ഉള്ളിൽ തെളിയിക്കുന്നതിന് വേണ്ടിയിട്ട് ബംഗാളിലെ ചക്രവാളത്തിലെ ഇവര് 2 പേരും ഒരേ സമയം ഉദിച്ച് ഉയർന്നു എന്നാണ് പറയുന്നത്. ഹരേ കൃഷ്ണ. ഇനി അടുത്തത് 24. ആർക്കെങ്കിലും വായിക്കാൻ പറ്റുമോ? 24. ഹരേ കൃഷ്ണ മാതാജി, വായിച്ചോട്ടെ. വായിച്ചോളൂ. തൃതീയ ശ്ലോകേ ദേകരി വസ്തുര നിർദ്ദേശ യഹോ ഹൈദേ ജാനി പരതത്വര ഉദ്ദേശ. ഹൈദേ ജാനി യാഹേ ഹൈദേ ജാനി പരതത്വര ഉദ്ദേശ. ഹരേ കൃഷ്ണ. അതിന്റെ വിവർത്തനം. തൃതീയ ശ്ലോകത്തെ 3-ാം ശ്ലോകത്തിൽ കരി ചെയ്തു വസ്തുര വസ്തുവിന്റെ നിർദ്ദേശ സൂചന യാഹ ഹായിദേ ഏതിൽ നിന്ന് ജാനി ഞാൻ മനസ്സിലാക്കി പരതത്വര നിരപേക്ഷ സത്യത്തിന്റെ ഉദ്ദേശ തിരിച്ചറിയൽ. വിവർത്തനം. 3-ാം ശ്ലോകത്തിൽ ഞാൻ പരമവസ്തുവായ നിരപേക്ഷ സത്യത്തെ സൂചിപ്പിക്കുന്നു. അത്തരമൊരു വിവരണത്തിലൂടെ പരമസത്യത്തെ ദർശിക്കാൻ കഴിയൂ. ഹരേ കൃഷ്ണ. അതായത് 3-ാമത്തെ ശ്ലോകം എന്ന് പറഞ്ഞാൽ യദ്ദ്വൈതം ബ്രഹ്മോപനിഷതി. അത് പറയുന്നത് എന്താണ്? ബ്രഹ്മേതി പരമാത്മേതി ഭഗവാൻ ഇതി ശബ്ദതേ എന്നാണ് അതിൽ. അത് നമ്മള് ഭഗവത്ഗീതയിലെ ഭാഗവതത്തിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബ്രഹ്മം, ഭഗവാനെ 3 തരത്തിൽ നമുക്ക് സാക്ഷാത്കരിക്കാൻ കഴിയും. ബ്രഹ്മം, പരമാത്മാ, ഭഗവാൻ. ബ്രഹ്മം എന്ന് പറയുന്നത് എന്താണ്? ഭഗവാന്റെ ശരീരത്തിലെ തേജസ്, ആ പ്രകാശം, അതിനെയാണ് ബ്രഹ്മജ്യോതി. ആ ബ്രഹ്മജ്യോതിയിൽ ലയിച്ചു ചേരാനാണ് മായാവാദികൾ ആഗ്രഹിക്കുന്നത്. പിന്നീട് എന്താണ്? പരമാത്മാവായിട്ട്, അതായത് സ്ഥാനീയ പരമാത്മാവ്. എല്ലാ ജീവജാലങ്ങളുടെ ഉള്ളിൽ ഹൃദയത്തിൽ വാണരുളുന്ന പരമാത്മാവ് ഭഗവാൻ തന്നെയാണ്, ഭഗവാന്റെ അംശമാണ്. പിന്നീട് ഭഗവാൻ, അതായത് സാക്ഷാൽ പരമ ദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ പരമാത്മാവ്. ഇതെല്ലാം ആരാണ്?
ശ്രീ ചൈതന്യ മഹാപ്രഭു തന്നെയാണ് എന്നാണ് ഇവിടെ ഈ ശ്ലോകത്തില് പറയുന്നത്. അടുത്തത്, അപ്പൊ അങ്ങനെയുള്ള മഹാപ്രഭുവിന്റെ കാരുണ്യം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്നിവിടെ പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് പരമസത്യത്തെ ദർശിക്കാൻ സാധിക്കും. ഇനി അടുത്തത്, ഹരേ കൃഷ്ണ. ഹരേ 25 കൃഷ്ണ. ആ, ഹരേ കൃഷ്ണ. വായിച്ചോട്ടെ. ആ, ചതുർത്ഥ ശ്ലോകത്തെ കരി ജഗതെ ആശീർവാദ സർവത്ര മാഗിയേ കൃഷ്ണ ചൈതന്യ പ്രസാദ. കൃഷ്ണ. ചതുർത്ഥ നാലാമത്തെ ശ്ലോകത്തിൽ കരി ചെയ്തു ജഗതെ ജഗത്തിനു വേണ്ടി ആശീർവാദ അനുഗ്രഹം സർവത്ര എല്ലായിടത്തും മാഗിയെ യാചിക്കുന്നു ശ്രീകൃഷ്ണ ചൈതന്യ മഹാപ്രഭുവിന്റെ പ്രസാദ കാരുണ്യം. കൃഷ്ണ വിവർത്തനം ശീലപ്രഭാത് കെ. നാലാമത്തെ ശ്ലോകത്തിൽ ഞാൻ ഭഗവാൻ ചൈതന്യന്റെ കാരുണ്യം എല്ലാവർക്കും ഉണ്ടാകുവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് സർവ്വ ലോകങ്ങൾക്കും ഭഗവാന്റെ അനുഗ്രഹം അഭ്യർത്ഥിക്കുന്നു. കൃഷ്ണ. ഇതിനകത്ത് നാലാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ഭഗവാന്റെ എല്ലാ ചൈതന്യവും കാരുണ്യവും എല്ലാവർക്കും ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് സർവ്വ ലോകങ്ങൾക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ. മാതാജി. അതെ, ആ ശ്ലോകം നമ്മള് ധ്യാന ശ്ലോകമാണ്. അനർപ്പിത ചരിം ചിരാത്. അതായത് ശചീദേവിയുടെ മകനായിട്ട് പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ ശ്രീ ചൈതന്യ മഹാപ്രഭുവായിട്ട് അവതരിച്ചു. എങ്ങനെ അവതരിച്ചു? ഉരുകിയ സ്വർണത്തിന്റെ ആ തിളക്കത്തോടെ, അതേ നിറമാണ്. സ്വർണം ഉരുക്കിയാൽ ഏത് നിറമായിരിക്കും, ആ നിറത്തോടെയാണ് ശ്രീകൃഷ്ണ ഭഗവാന് ശ്രീ ചൈതന്യ മഹാപ്രഭുവായിട്ട് അവതരിച്ചത്. എന്തിനു വേണ്ടിയിട്ട്? അങ്ങേയറ്റം കരുണയോടാണ്. കാരുണ്യ മഹാവദന്യായ, അതായത് അങ്ങേയറ്റം കരുണയായിട്ടുള്ള അവതാരമാണ് ശ്രീകൃഷ്ണ ഭഗവാന്റെ ശ്രീ ചൈതന്യ മഹാപ്രഭുവായിട്ട് അവതരിച്ചിരിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ഇതേവരെയും ഒരവതാരവും തരാത്ത കാര്യം നൽകുന്നതിന് വേണ്ടിയിട്ട്. അതായത് സ്വയം ശ്രീകൃഷ്ണ ഭഗവാൻ പോലും നമുക്ക് കൃഷ്ണപ്രേമം തന്നില്ല. ആ കൃഷ്ണപ്രേമം നമ്മളെ പോലുള്ള പതിതാത്മാക്കൾക്ക് തരുവാൻ വേണ്ടിയിട്ടാണ് ശ്രീ ചൈതന്യ മഹാപ്രഭുവായിട്ട് ശ്രീകൃഷ്ണ ഭഗവാൻ ഈ ഭൗതിക ലോകത്തില് അവതരിച്ചത്. ഇനി അടുത്തത്, ഹരേ കൃഷ്ണ. അടുത്ത ശ്ലോകം. ഹരേ കൃഷ്ണ. വായിച്ചോട്ടെ മാതാജി? വായിച്ചോളൂ. सेई श्लोके कहि बाह्य अवतार कारण पंचषष्ठ श्लोके कहि मूल പ്രയോജന. സെയി ശ്ലോകെ, അതേ ശ്ലോകത്തിൽ കഹി ഞാൻ പറഞ്ഞു ബാഹ്യമായ അവതാര ഭഗവാൻ ചൈതന്യന്റെ അവതാരത്തിനായി കാരണം അഞ്ചാമത്തെ ഷഷ്ട ആറാമത്തെയും ശ്ലോകങ്ങളിൽ കഹി ഞാൻ പറഞ്ഞു പരമമായ പ്രയോജന ലക്ഷ്യം. വിവർത്തനം ശ്രീലപ്രഭാതർക്ക്. ആ ശ്ലോകത്തിൽ ശ്രീ ചൈതന്യന്റെ അവതാരത്തിന്റെ ബാഹ്യ കാരണവും ഞാൻ വ്യക്തമാക്കുന്നുണ്ട്. അഞ്ചാമത്തെയും ആറാമത്തെയും ശ്ലോകങ്ങളിൽ അവിടുത്തെ അവതാരത്തിന്റെ മുഖ്യ കാരണം ഞാൻ വിശദമാക്കുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇനി എന്താണ് ബാഹ്യ കാരണം? എന്താണ്? ഇപ്പൊ നമ്മൾ പറഞ്ഞതാണ്. എന്താണ് ബാഹ്യ കാരണം? നമ്മളെ മുൻ ശ്ലോകത്തിൽ പറഞ്ഞതാണ് ഞാൻ. എന്തിനു വേണ്ടിയിട്ടാണ് അവതരിച്ചത്? മാധുര്യ പ്രേമരസം നൽകുന്നു. അത് തന്നെ, കൃഷ്ണപ്രേമം തരുവാൻ വേണ്ടി. അത് ബാഹ്യ കാരണം. പിന്നീട് അടുത്ത രണ്ട് ശ്ലോകങ്ങളില്, അഞ്ചാമത്തെയും ആറാമത്തെയും ശ്ലോകങ്ങളില് മുഖ്യമായിട്ടുള്ള കാര്യം, അതായത് ആന്തരിക കാരണം. ആന്തരിക കാരണം എന്താണ്? രാധാദേവിയായി പറഞ്ഞോളൂ. ഭഗവാൻ രാധാദേവിയുടെ രാധാദേവിയായിട്ട് രണ്ടും ഒരുപോലെ. പറയൂ, ധൈര്യമായിട്ട് പറയൂ. രാധാറാണിയുടെ ആ ഭക്തി മനസ്സിലാക്കുന്നതിന് വേണ്ടി രാധാറാണിയുടെ അവർ രണ്ടുപേരും ഒന്നിച്ച് വന്നിട്ടുള്ളതാണ്.
ശ്രീ ചൈതന്യ പ്രഭു. അതായത് രാധാറാണിക്ക് എന്താണ് എന്നോട് ഇത്രയധികം സ്നേഹം എന്താണ്? എന്നെ സേവിക്കുമ്പോൾ രാധാറാണിക്ക് കിട്ടുന്ന ആനന്ദം, രാധാറാണിക്ക് അനുഭവിക്കുന്ന ആനന്ദം എന്താണ്? അപ്പൊ എന്നിൽ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടായിട്ടാണല്ലോ രാധാറാണിക്ക് എന്നോട് ഇത്രയധികം ആകർഷകത്വം തോന്നുന്നത്. അതെന്താണെന്ന് എനിക്കും മനസ്സിലാക്കണം. ഇങ്ങനെ 3 കാരണങ്ങൾ. അത് മനസ്സിലാക്കണമെങ്കിൽ ഇപ്പം നമ്മള് ഒരു വണ്ട് തേൻ ഉദാഹരണവും പറഞ്ഞു. വണ്ട് തേൻ കുടിച്ച് ഉന്മത്തനായിട്ട് മൂളിപ്പാട്ട് പാടി പറന്നു നടക്കുന്നത് കാണുമ്പോൾ എന്തുകൊണ്ടാണ് വണ്ടിന് ഈ തേൻ കുടിക്കുമ്പോൾ വണ്ടിന് എന്താണ് ഇത്ര ഉന്മാദം ഉണ്ടാകുന്നത് എന്ന് നമ്മൾക്ക് സംശയം വരും, ഇല്ലേ? അതെന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആരാവണം? വണ്ടിന്റെ സ്ഥാനത്ത് നിന്ന് തേൻ നുകരണം. എങ്കിൽ മാത്രമേ ആ തേന്റെ മാധുര്യം നമുക്കും അനുഭവിക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ രാധാറാണിക്ക് ഭഗവാനെ സേവിക്കുമ്പോൾ എന്താണ് രാധാറാണി അനുഭവിക്കുന്ന ആനന്ദം എന്ന്? കാരണം എന്താണ്? രാധാറാണി സേവനത്തിന്റെ ഉച്ചകോടിയാണ്. ഒന്നും പറയണ്ട, ഭഗവാൻ പറയാതെ തന്നെ ഭഗവാന്റെ കാര്യങ്ങളെല്ലാം അറിഞ്ഞ് രാധാറാണി ചെയ്യും. അപ്പം എന്നെ സേവിക്കുന്നത് കൊണ്ട് രാധാറാണിക്ക് കിട്ടുന്ന ആനന്ദം എന്താണ് എന്ന് എനിക്ക് അറിയണം. അപ്പൊ എന്നിൽ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടായിട്ടാവുമല്ല രാധാറാണി എന്നോട് ഇത്രയധികം അടുപ്പം കാണിക്കുന്നത്, അല്ലേ? അപ്പൊ നമ്മൾക്കൊരാളിനോട് ഒരു ഇഷ്ടം തോന്നണമെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ നമ്മളുടെ ഉള്ളിലുള്ള ഇഷ്ടങ്ങള്, ആ സ്വഭാവങ്ങൾ ആ വ്യക്തിയിൽ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ആ വ്യക്തിയുടെ അടുപ്പം വരിക, ഇല്ലേ? അതുപോലെ ഭഗവാൻ വിചാരിക്കുകയാണ് രാധാറാണിയെ ആകർഷിക്കത്തക്ക രീതിയിൽ എന്നിൽ എന്ത് ഗുണമാണുള്ളത്, അത് എനിക്ക് മനസ്സിലാക്കണം. അതെനിക്ക് മനസ്സിലാക്കണമെങ്കിൽ ഞാൻ ആരാവണം? രാധാറാണി ആകണം. എങ്കിൽ മാത്രമേ അതെനിക്ക് സ്വയം മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ഇതിനു വേണ്ടിയിട്ടാണ് ശ്രീകൃഷ്ണ ഭഗവാന് ശ്രീ ചൈതന്യ മഹാപ്രഭുവായിട്ട് രാധാറാണിയുടെ നിറത്തോടെ അവതരിച്ചത്. ഇത് എത്രയോ പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളത് എഴുതി വെക്കണം. ഇനി അടുത്തത് ഹരേ കൃഷ്ണ. ഇത്രയും ശ്ലോകത്തോടെ മഹാപ്രഭുവിനെ കുറിച്ചുള്ള കാര്യങ്ങള് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്തത് നിത്യാനന്ദ തത്വമാണ്. ആ ശ്ലോകം വായിക്കുവാരെങ്കിലും? ഹരേ കൃഷ്ണ മാതാജി. വായിക്കട്ടെ മാതാജി. വായിച്ചു. ശ്ലോകേ കഹി ചൈതന്യേര തത്വ ആരപഞ്ച ശ്ലോകേ നിത്യാനന്ദേര മഹത്വ. ഈ 6 ശ്ലോകങ്ങളിൽ കഹി വിവരിച്ചു ചൈതന്യ മഹാപ്രഭുവിന്റെ തത്വ സത്യം. കൂടുതൽ 5 ശ്ലോകങ്ങളിൽ നിത്യാനന്ദന്റെ മഹത്വ വിവർത്തനം. ഈ 6 ശ്ലോകങ്ങളിൽ ഞാൻ ചൈതന്യ മഹാപ്രഭുവിനെ കുറിച്ചുള്ള സത്യവും അടുത്ത 5 ശ്ലോകങ്ങളിൽ നിത്യാനന്ദ പ്രഭുവിന്റെ മഹത്വവും വിവരിച്ചിരിക്കുന്നു. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഇനി അടുത്ത ശ്ലോകം. സോറി, നിത്യാനന്ദ പ്രഭുവിന്റെ വിവരിച്ചില്ല. മാതാജിക്ക് പറയാമോ നിത്യാനന്ദ പ്രഭുവിനെ എങ്ങനെയാണ് വർണ്ണിച്ചിരിക്കുന്നത്? ഹരേ കൃഷ്ണ. അവിടെ നമ്മള് പുരുഷാവതാരങ്ങളെ കുറിച്ച് പറഞ്ഞു, ഓർക്കുന്നുണ്ടല്ലോ, ഇല്ലേ? ആദിശേഷൻ അനന്തന്റെ കാര്യങ്ങൾ പറഞ്ഞു. കാരണോദയശായി വിഷ്ണു, ഗർഭോദയശായി വിഷ്ണു, ക്ഷീരോദയശായി വിഷ്ണു. ഇതെല്ലാം ആരാണ്? ബലരാമനാണ്. ആ ബലരാമൻ തന്നെയാണ് നിത്യാനന്ദ പ്രഭുവായിട്ട് അവതരിച്ചിരിക്കുന്നത്. അത് 5 ശ്ലോകങ്ങളിലാണ്. സംഘർഷണ കാരണത്വയശായി ഗർഭോദശായി ച പയോബ്ദിശായി. ആ ശ്ലോകം മുതല് 7, 8, 9, 10, 11. ക്ഷീരസാഗരത്തിൽ ശയിക്കുന്ന വിഷ്ണു ആരുടെ അംശത്തിന്റെ അംശമാകുന്നുവോ ആ നിത്യാനന്ദരാമനെ ഞാൻ ശരണം പ്രാപിക്കുന്നു. ക്ഷീരോദയശായി വിഷ്ണു എല്ലാ ജീവാത്മാക്കളുടെയും പരമാത്മാവും സർവ്വലോകങ്ങളെയും പരിപാലിക്കുന്നവനുമാകുന്നു. അനന്തശേഷൻ അവിടുത്തെ മറ്റൊരു ഭാഗിക വിസ്തരണമാണ്. ഇതെല്ലാം ആരാണ്? നിത്യാനന്ദ പ്രഭുവാണ്. നിത്യാനന്ദ പ്രഭുവിന്റെ എക്സ്പാൻഷൻസ് ആണ് ഇതെല്ലാം. കാരണോദയശായി വിഷ്ണു, ഗർഭോദയശായി വിഷ്ണു, ക്ഷീരോദയശായി വിഷ്ണു, ആദിശേഷൻ. ഇതെല്ലാം ആ സംഘർഷണ മൂർത്തിയാണ്. ഈ ബ്രഹ്മാണ്ടങ്ങളെ മുഴുവൻ, കോടിക്കണക്കിന് ബ്രഹ്മാണ്ടങ്ങളുണ്ട്, ഈ ബ്രഹ്മാണ്ടങ്ങളെ മുഴുവൻ തൻ്റെ പത്തിയില് താങ്ങി നിർത്തുന്നത് ഈ ആദിശേഷനാണ്. ആ ആദിശേഷൻ തന്നെയാണ്, ആ സംഘർഷണ മൂർത്തി തന്നെയാണ് നിത്യാനന്ദ പ്രഭു.
ആ നിത്യാനന്ദ പ്രഭു ശാന്തരസത്തില് ഭഗവാന് സേവനം ചെയ്യുന്നുണ്ട്. ബലരാമൻ ഇല്ലേ, ഭഗവാന്റെ വസ്ത്രം, ഭഗവാന്റെ ഇരിപ്പിടം, കുട, പിന്നെ ആഭരണങ്ങള്, മാലകള്, ഇതെല്ലാം തന്നെ ബലരാമനാണ്, നിത്യാനന്ദ പ്രഭുവാണ് എന്ന് ഞാൻ പറഞ്ഞതാണ്. ഹരേ കൃഷ്ണ. ഇനി അടുത്തത്, ഇനി അടുത്ത ശ്ലോകം 12. ഹരേ കൃഷ്ണ. കൃഷ്ണ ഹരേ കൃഷ്ണ. ആ ആരാദ്വൈ ശ്ലോകേ അദ്വൈത തത്വാഖ്യാന ഏക ശ്ലോകേ പഞ്ചതത്വേന വ്യാഖ്യാന. കൃഷ്ണ അതുകൂടാതെ ശ്ലോകെ 2 ശ്ലോകങ്ങളിൽ അദ്വൈത പ്രഭുവിന്റെ തത്വം ആഖ്യാന വിവരണം അതുകൂടാതെ ഏക ശ്ലോകെ ഒരു ശ്ലോകത്തിൽ പഞ്ചതത്വത്തിന്റെ വ്യാഖ്യാനം വിശദീകരണം വിവർത്തനം ശീലപ്രഭാവി. അടുത്ത 2 ശ്ലോകങ്ങൾ അദ്വൈത പ്രഭുവിന്റെ തത്വവും പിന്നീടുള്ള ശ്ലോകം പഞ്ചതത്വവും അല്ലെങ്കിൽ ഭഗവാൻ അവിടുത്തെ പൂർണ്ണ വിസ്തരണം, അവതാരം, ശക്തികൾ അവിടുത്തെ ഭക്തന്മാർ വിവരിക്കുന്നു. ഹരേ കൃഷ്ണ. അടുത്ത 2 ശ്ലോകങ്ങള് അദ്വൈത പ്രഭുവിന്റെ കുറിച്ചുള്ള കാര്യങ്ങൾ ശ്ലോകമാണ്. അതിൽ പഞ്ചതത്വവും പഞ്ചതത്വം കുറിച്ച്, അതായത് പഞ്ചതത്വത്തിൽ ആരൊക്കെ ഉണ്ടെന്ന് പറയണം. ആരൊക്കെയുള്ള പഞ്ചതത്വം പറഞ്ഞാൽ എത്ര പേരാണ്? 5 പേര്. 5 പേര്. 5 തത്വങ്ങളാണ് അല്ലേ? ഭഗവത് തത്വം, പിന്നെ ഭക്താവതാരം, ഭക്തൻ, ഭക്താഖ്യ, ഭക്തശക്തി. ശ്ലോകം ഓർത്താ മതി. അതാണ് ബ്രാക്കറ്റിൽ കൊടുത്തേക്കുന്നത് മാതാജി. പൂർണ്ണ വിസ്തരണം, അവതാരം, ശക്തികൾ അവിടുത്തെ ശക്തികൾ അവിടുത്തെ ഭക്തർ. അതിലെളുപ്പം നമുക്ക് ഓർമ്മിക്കാനാ ശ്ലോകം. പഞ്ചതത്വാത്മകം കൃഷ്ണം ഭക്തരൂപസ്വരൂപകം ഭക്താവതാരം ഭക്താഖ്യം നമാമി ഭക്തശക്തികം. ഇത് ഓർത്തു വെച്ചാൽ മതി. 5 പേര്. ഇനി അടുത്തത്, यही 14 श्लोके കരിമംഗളാചരണ തൻഹി മധ്യേ കഹി സഭ വസ്തു നിരൂപണ. ഈ 14 ശ്ലോകെ, ഈ 14 ശ്ലോകങ്ങളിൽ കരി ചെയ്തു, മംഗള ആചരണ മംഗള പ്രാർത്ഥന, തൻഹി അതിനാൽ അതിൽ, മധ്യേ ഉള്ളിൽ, കഹി പറഞ്ഞു, സഭ എല്ലാം, വസ്തു നിരൂപണ വിവർത്തനം ബൈ ശ്രീല പ്രഭുപാദ് കി. അതുകൊണ്ട് ഈ 14 ശ്ലോകങ്ങൾ മംഗള പ്രാർത്ഥനകൾ അർപ്പിക്കുകയും പരമസത്യത്തെ വിവരിക്കുകയും ചെയ്യുന്നു. ഈ 14 ശ്ലോകങ്ങളാണ് 7 അധ്യായങ്ങളായിട്ട് വരുന്നത്. അതില് ഈ പരമസത്യം, അതായത് മഹാപ്രഭു ആരാണ്? ഈ പറഞ്ഞ പഞ്ചതത്വം എല്ലാം മഹാപ്രഭു തന്നെയാണ്, സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാണ് എന്നാണ് ഇവിടെ പറയുന്നത്. ഇനി അടുത്തത്, ഹരേ കൃഷ്ണ. അടുത്തത് ആരെങ്കിലും വായിക്കൂ? ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. കൊടുത്തിട്ടില്ല. നമസ്കാര. യയി സഭ ശ്ലോകേര കരിയർത്ഥ വിചാര. സഭ എല്ലാ ശ്രോതാക്കൾ വൈഷ്ണവരെ വൈഷ്ണവർക്കായി കരി അർപ്പിക്കുക. നമസ്കാരങ്ങൾ. യയി സഭ ശ്ലോകേര, ഈ ശ്ലോകങ്ങളിലെല്ലാം 14 ശ്ലോകങ്ങൾ. കരി ചെയ്തു, അർത്ഥത്തിന്റെ വിചാര വിശകലനം വിവർത്തനം ശിരപ്രഭാതിക്ക്. ഈ ശ്ലോകങ്ങളുടെ എല്ലാം സങ്കീർണതകൾ വിവരിക്കാൻ ആരംഭിക്കവേ ഞാൻ എന്റെ എല്ലാ വൈഷ്ണവ ശ്രോതാക്കൾക്കും പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പം സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ വിസ്തരണങ്ങൾ ഇതെല്ലാം മഹാപ്രഭു തന്നെയാണെന്ന് പറഞ്ഞു. നിത്യാനന്ദ പ്രഭുവിനെ പ്രണാമം അർപ്പിച്ചു, അദ്വൈത ആചാര്യർക്ക് പ്രണാമം അർപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ആരെയാണ് ഈ ചൈതന്യ ചരിതാമൃതം വായിക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന വൈഷ്ണവരെ കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമി പ്രണമിക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് അദ്ദേഹത്തിന്റെ എളിമത്വം എന്ന് പറയുന്നത്. നോക്കൂ, എത്ര വലിയ ഭക്തനാണ് ഇല്ലേ? പക്ഷെ ആ ഭക്തന്റെ വിനയമാണ് നമ്മൾ ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. ഇത് വായിക്കുകയും
പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന എല്ലാ വൈഷ്ണവരെയും അദ്ദേഹം പ്രണാമം അർപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇനി അടുത്തത് ഹരേ അടുത്ത കൃഷ്ണ. ശ്ലോകം. ഹരേ കൃഷ്ണ ചൊല്ലിക്കോട്ടെ മാതാജി. ചൊല്ലിക്കോളൂ. സകല വൈഷ്ണവ സുന ഏകമൻ ചൈതന്യ കൃഷ്ണേരേ ശാസ്ത്ര മത നിരൂപണ. സകല എല്ലാ വൈഷ്ണവ അല്ലയോ വൈഷ്ണവരെ സുന ശ്രവിക്കുക, കരി ചെയ്യുക, ഏകമന ഏകാഗ്രത, ചൈതന്യ മഹാപ്രഭു കൃഷ്ണര ശ്രീകൃഷ്ണ ഭഗവാന്റെ ശാസ്ത്രപരമായ പ്രതിപാദ്യം മത അനുസരിച്ച് നിരൂപണ തീരുമാനം വിവർത്തനം. ശ്രീകൃഷ്ണ ചൈതന്യന്റെ ഈ വർണ്ണന ശാസ്ത്രങ്ങളിൽ വിവരിച്ചിട്ടുള്ളതുപോലെ ആകയാൽ തീവ്രമായ ഏകാഗ്രതയോടെ പാരായണം ചെയ്യുവാനും ശ്രവണം ചെയ്യുവാനും എല്ലാ വൈഷ്ണവ ശ്രോതാക്കളോടും അഭ്യർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇപ്പം ശ്രീകൃഷ്ണ ചൈതന്യ മഹാപ്രഭുവിനെ ശാസ്ത്രങ്ങളിൽ വിവരിച്ചിട്ട് പോലെ തന്നെയാണ് ഇവിടെ വിവരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ചൈതന്യ ചരിതാമൃതം വായിക്കുമ്പം അത് ശ്രദ്ധയോടെ വായിക്കണം, ശ്രദ്ധയോടെ കേൾക്കണം എന്ന് കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമി അപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ശ്രീ ചൈതന്യ മഹാപ്രഭു ആര് തന്നെയാണ്? ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാണ്. അതിന് യാതൊരു സംശയമില്ല. ഇത് വെറുതെ പറയുകയല്ല, നമുക്ക് കാണാം, പോകെ കാണാം. ഓരോ ശാസ്ത്രങ്ങളിൽ നിന്നും പ്രഭുപാദരാണെങ്കിൽ കോട്ട് ചെയ്തിട്ടുണ്ട് ഓരോ ശ്ലോകങ്ങൾ. ഭാഗവതം, പത്മപുരാണം, വിഷ്ണുപുരാണം, അതിൽ നിന്നൊക്കെ ശ്ലോകങ്ങൾ കോട്ട് ചെയ്ത് മഹാപ്രഭു സ്വയം ശ്രീകൃഷ്ണ ഭഗവാനാണ് എന്ന് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, നമ്മളോട് പറയുന്നുണ്ട്. ചിലരാണെങ്കിലോ ഇവിടെ തെളിവ് സഹിതം നമ്മളോട് പറയുന്നു, ഇല്ല വെറുതെ പറയുകയല്ല ചെയ്യുന്നത്. പക്ഷെ ചിലരാണെങ്കിലോ തോന്നിയപടി അവരവരെ ഈശ്വരനാണ് എന്ന് പടച്ചു പിടിക്കുകയാണ് ചെയ്യുന്നത്. ഒരു സാധാരണ ആൾക്കാരെ പോലും ആൾ ദൈവങ്ങൾ ഇപ്പൊ ധാരാളം പൊട്ടിമുളയ്ക്കുന്നുണ്ട്, ഇല്ലേ? അതിനെന്തെങ്കിലും തെളിവുണ്ടോ? അവര് ശ്രീകൃഷ്ണ ഭഗവാൻ അല്ലെങ്കിൽ മഹാപ്രഭു ചെയ്തതുപോലെ എന്തെങ്കിലും ലീലകൾ അവർക്ക് അസാധാരണമായിട്ടുള്ള അമാനുഷികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ അവരെ കൊണ്ട് പറ്റുന്നുണ്ടോ? ഒരിക്കലുമില്ല, ഇല്ലേ? പക്ഷെ അവരെ ഉയർത്തിക്കൊണ്ട് നടക്കുകയാണ് ചെയ്യുന്നത് ആൾക്കാര്. അപ്പം കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമി ഇവിടെ വെറുതെ പറയുകയല്ല, എല്ലാ ശാസ്ത്രങ്ങളിൽ നിന്നും ശ്ലോകങ്ങൾ കോട്ട് ചെയ്തിട്ട് സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഭഗവാൻ, ഇത് സ്വയം ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാണ്, ശ്രീ ചൈതന്യ മഹാപ്രഭു എന്ന് വീണ്ടും 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 നമ്മളോട് പറയുന്നുണ്ട്. അങ്ങനെ ശ്രീ ചൈതന്യ മഹാപ്രഭു പരമദിവ്യാത്മ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാണ് എന്ന് നമ്മളെ അടിവരയിട്ട് ഉറപ്പിക്കുകയാണ് കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമി ചെയ്യുന്നത്. ഇനി അടുത്തത് ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പ്രണാമം മാതാജി. ഹരേ കൃഷ്ണ. ചൊല്ലിക്കൊള്ളു. ഹരേ കൃഷ്ണ. പറ്റട്ടെ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ശ്ലോകം 32. കൃഷ്ണ ഗുരു ഭക്ത ശക്തി അവതാര പ്രകാശ കൃഷ്ണയേ ഛയരൂപേ കരേന വിലാസ. കൃഷ്ണൻ, ഗുരു, ആധ്യാത്മിക ഗുരുക്കന്മാർ, ഭക്തന്മാർ, ശക്തികൾ, അവതാരങ്ങൾ, പ്രകാശ, രൂപവിസ്താരങ്ങൾ, ഛയരൂപേ, ഈ 6 സവിശേഷതകൾ കരേന വിലാസ ആസ്വദിക്കുന്നു. വിവർത്തനം. കൃഷ്ണൻ ആധ്യാത്മിക ഗുരുക്കന്മാരായും ഭക്തന്മാരായും വിഭിന്ന ശക്തികളായും അവതാരങ്ങളായും രൂപവിസ്താരങ്ങളായും സ്വയം ആവിഷ്കരിച്ച് ആസ്വദിക്കുന്നു. അവ ഒന്നിലുള്ള 6 രൂപങ്ങളാകുന്നു. ഹരേ കൃഷ്ണ മാതാജി. പ്രണാമം. ഹരേ കൃഷ്ണ. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത് പറയാമോ? കൃഷ്ണൻ ആധ്യാത്മിക ഗുരുക്കന്മാരെയും ഭക്തന്മാരായും വിഭിന്ന ശക്തികളായും അവതാരങ്ങളായും രൂപവിസ്താരങ്ങളായും സ്വയം ആവിഷ്കരിച്ച് ആസ്വദിക്കുന്നു എന്നാണ് പറയുന്നത്. ഭഗവാൻ തന്നെയാണ് ഗുരുക്കളായിട്ടും വരുന്നത്, ഭക്തന്മാരായിട്ടും അവരുടെ ഭിന്ന ശക്തികളായിട്ടും അവതാരങ്ങളായിട്ടും എല്ലാം വരുന്നത് ഭഗവാൻ തന്നെയാണ്. എന്നിട്ട് ഭഗവാൻ തന്നെ അത് ആസ്വദിക്കുകയും അവ ഒന്നിലുള്ള 6 രൂപങ്ങൾ ഭഗവാൻ തന്നെയാണ് ഈ 6 രൂപങ്ങളെന്ന് നമ്മളോട് പറയുന്നു. ഹരേ കൃഷ്ണ മാധവ്. ആ ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാണ് ശ്രീ ചൈതന്യ മഹാപ്രഭു. ഹരേ കൃഷ്ണ ഇവിടെ പറയുന്നത്. ഹരേ കൃഷ്ണ. അടുത്ത ശ്ലോകം കൂടി വായിക്കൂ.
ഞാൻ വായിക്കട്ടെ. വായിച്ചോളൂ. ഏച്ഛയ സത്തത്വേര കരിചരണവന്ദന പ്രഥമേ സാമാന്യേ മംഗളാചരണേ. ഇതിലെ ഈ ഛായ 6 തത്വേര വിസ്തരണങ്ങളുടെ കരി ഞാൻ അത് കാണുന്നില്ല മതജി. ഞാൻ നിർമ്മിച്ചു. പരണ പാദങ്ങൾ, വന്ദന പ്രാർത്ഥനകൾ, പ്രഥമേ ആദ്യ, പിന്നത്തെ കാണുന്നില്ല മതജി. സാമാന്യ പൊതുവിൽ കരി ചെയ്തു, മംഗളാചരണേ മംഗളം പ്രാർത്ഥന. ഹരേ കൃഷ്ണ. അയ്യോ വിവർത്തനം. അതിനാൽ ഞാൻ ഏകസത്യത്തിന്റെ ഈ 6 വൈവിധ്യങ്ങളെയും വന്ദിച്ചുകൊണ്ട് അവരുടെ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പം വൈവിധ്യങ്ങളെ, അതായത് ഭക്തരൂപ, ഭക്തസ്വരൂപ, ഭക്തശക്തി, പിന്നെ ഭഗവാൻ, ഇതിനെ 6 വൈവിധ്യങ്ങളെയും പ്രണമിക്കുകയാണ്. എന്നിട്ട് അവരുടെ എല്ലാ അനുഗ്രഹങ്ങള് ആവശ്യപ്പെടുകയായിട്ട് അപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ. ഓക്കെ. ഹരേ കൃഷ്ണ. പ്രണാം മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നിങ്ങൾ ഞാൻ പറയുന്ന പോയിന്റ്സ് മാത്രം എഴുതി വെച്ചാൽ മതി. ഞാൻ പറഞ്ഞു ആദ്യമേ ഒരു ബുക്കും പേനയും എടുത്തു വെക്കണമെന്ന് പറഞ്ഞിരുന്നു. കാരണം ഇത് അങ്ങോട്ട് വരും തോറും നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആകരുത്. അതിന് വേണ്ടിയിട്ടാണ് എഴുതി വെക്കാൻ പറയുന്നത്. എഴുതി വെച്ചേ പറ്റുള്ളൂ. എനിക്ക് സ്പീഡ് കൂടുതലാണെങ്കിൽ ഇടയ്ക്ക് ആരെങ്കിലും ഒന്ന് കൈ പൊക്കി കാണിച്ചാൽ മതി. ഞാൻ സ്പീഡ് കുറച്ചോളാം. ഞാൻ അറിയില്ല, പറഞ്ഞു വരുമ്പോ ചിലപ്പോ എനിക്ക് സ്പീഡ് വരും. അതുകൊണ്ട് അന്നേരം ആരെങ്കിലും ഒന്ന് ഹാൻഡ് റേസ് ചെയ്താൽ ഞാൻ മനസ്സിലാക്കിക്കൊള്ളാം കേട്ടോ. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഇപ്പൊ സ്പീഡ് എന്ന് പറഞ്ഞാൽ സൂപ്പർ ഫാസ്റ്റ് സ്പീഡാണ് മാതാജി. 2-3 പേര് പറഞ്ഞു. ഒരു രക്ഷയില്ല മാതാജി, എഴുതിയെടുക്കാൻ പോലും പറ്റുന്നില്ല. മാതാജി ഭയങ്കര സ്പീഡിൽ പോവാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു മാതാജിയുടെ കണക്കിന് മാതാജി വളരെ പതുക്കെയാണ് പോണേന്ന് ഞാൻ പറഞ്ഞു. ഹരേ കൃഷ്ണ. പക്ഷെ ഒരു കാര്യമുണ്ട്, മാതാജി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. അത് കാണുമ്പോഴാ സങ്കടം. മാതാജി ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. പക്ഷെ അതനുസരിച്ച് നമുക്ക് ഉൾക്കൊള്ളാനും പറ്റുന്നില്ല. ആയിക്കോട്ടെ, എല്ലാ കാര്യങ്ങളും ഇപ്പൊ തന്നെ എന്ത് ഫോട്ടോ എടുത്തിട്ടിരിക്കുന്നു, എന്ത് കഷ്ടപ്പാടാണ് യഥാർത്ഥത്തിൽ. ചില ഫോണിൽ കിട്ടുമല്ലോ മാതാജി. ഞാനിപ്പോ എന്റെ ഫോണിൽ അത് എടുക്കാൻ നോക്കിയിട്ട് ഒരു നിവൃത്തിയില്ല. അതുകൊണ്ട് പിന്നെ ലാപ്ടോപ്പ് ഓൺ ചെയ്ത് വെച്ചിട്ട് ഫോണിൽ ലാപ്ടോപ്പിലാണ് എടുക്കുന്നത്. അപ്പൊ അത് ക്ലിയർ ആയിക്കോളും. അതാണ് ബുദ്ധിമുട്ട് വരില്ല. ഇതിപ്പോ ഫോണിനെ ഒഴിവാക്കിയിട്ട് ഫോണിൽ കൂടെ അതെടുത്ത് എല്ലാവരും തിരികെ